ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നമ്മളെ ഫാമിൻ്റെ ഒരു ഫ്രണ്ടേജാണ് ഈ കാണിക്കുന്നത്. പിന്നെ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അത് തന്നെ ഈ ബോട്ടിൽ ചെയ്തിട്ടുള്ളത് നമ്മൾ ഫൈറ്ററുകളാണ്. പിന്നെ നമ്മളെ മെയിനായിട്ട് ഫ്രണ്ടേജ് ഭാഗം. പിന്നെ ഇതാണ് സിസ്റ്റം ടാങ്കുകൾ, അതേപോലെ തന്നെ ചെറിയ ഫ്രൈസിനെ സൂക്ഷിക്കുന്ന ടാങ്കുകളൊക്കെ ഇരിക്കുന്ന സ്ഥലം. പിന്നെ അടുത്തത് നമ്മൾ ഫൈബർ ടാങ്കിൻ്റെ അതേപോലെ പ്ലാസ്റ്റിക് ടാങ്കുകളൊക്കെ വെച്ചിട്ടുള്ള സ്ഥലത്തേക്കാണ് പ്രവേശിക്കുന്നത്. അതിൻ്റെ അകത്ത് ഷിമ്പുകളാണ് അതിൻ്റെ അകത്ത് ഇട്ടിട്ടുള്ളത്. നമ്മൾ അലങ്കാര ചെമ്മീനുകൾ എന്ന് പറയും, ചെറിയ ചെമ്മീനുകൾ. അതിനെ ബ്രീഡ് ചെയ്യുന്ന സ്ഥലമാണ്. പിന്നെ അടുത്തത് നമ്മൾ സീബ്ര ഫിഷുകളെ ബ്രീഡ് ചെയ്യുന്ന സ്ഥലം. സീബ്രകളെ ചെറിയ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഏഞ്ചൽ ബ്രീഡ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഏഞ്ചലിൻ്റെ ഫ്രൈസ് ഏകദേശം ഒരു കോയിൻ സൈസ് ആയി കഴിഞ്ഞ് സൂക്ഷിക്കുന്ന സ്ഥലമാണ്. അടുത്തത് കാണിക്കുന്ന നമ്മളെ ഏഞ്ചലിൻ്റെ ബ്രൂഡുകളാണ്. ബ്രൂഡുകളെ പേരുകൾ പിന്നീട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കൂടുതൽ പറയാം. ഇപ്പോൾ പലതരത്തിലുള്ള ഏഞ്ചൽ ബ്രൂഡ് മത്സ്യങ്ങളാണ്. അവരെ എഗ്ഗ് ചെയ്യുന്ന സ്ഥലമാണിത്. ബ്രീഡിംഗ് റൂമാണ്. ഈ റൂമിൽ നമ്മൾ പരമാവധി ആരും കയറാറില്ല. വളരെയധികം അഗ്രസീവായിട്ടിരിക്കുന്നൊരു സമയമായിരിക്കുമല്ലോ ഇവർ ബ്രീഡ് ചെയ്യുന്ന സമയങ്ങൾ. ആ സമയങ്ങളിൽ നമ്മൾ മറ്റുള്ളവരൊക്കെ പ്രവേശിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എഗ്ഗ് തിന്ന് പോകാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ആ റൂം പരമാവധി അടച്ചിട്ട് നല്ല വൃത്തിയോടും അതേപോലെ തന്നെ അധികം വെളിച്ചമൊക്കെ കുറവായിരിക്കുമല്ലോ ഈ റൂമിൽ. നമ്മൾ അത്യാവശ്യം ലൈറ്റ് ഇട്ട് വയ്ക്കുന്നതാണത്. അതൊരു റൂമിലാണ് അവർ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. അതിൽ കുറേ പലതരത്തിലുള്ള വെറൈറ്റികൾ നമ്മളിവിടെ ബ്രീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കാണാം, അവിടെ ഓരോരോ ക്രൂഡ് മത്സ്യങ്ങൾ എഗ്ഗ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുകയാണ്. പിന്നെ അത് ഏകദേശം നമ്മൾ ഒരു 40-45ഓളം ബ്രൂഡുകളാണ് ഈ ബ്രീഡിംഗ് റൂമിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഈ ഏഞ്ചലുകളെ ചെറിയ ഫ്രൈസുകളെ കാണിക്കാം. പിന്നെ അതേപോലെ തന്നെ എഗ്ഗ് കാണിക്കാം. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് തുടർന്നുള്ള വീഡിയോയിൽ കാണിച്ചു കൊണ്ടിരിക്കാം. എല്ലാവർക്കും നമസ്കാരം.